ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എത്തിക്കണ്ട് കൂട്ടിലങ്ങാടി കടുങ്ങൂത്താട്ടോ. ഒരു 13 വയസ്സുള്ള ഒരു പയ്യനെ ഉണ്ടാക്കിയ വണ്ടിയാണ് നമ്മൾ ബാക്ക് കാണുന്നത്. അതും 3 ദിവസം കൊണ്ടാണ് അത് പരിപാടി കഴിഞ്ഞത് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വണ്ടി ഉണ്ടാക്കിയ മുൻതജിറാണ് നമ്മളെ കൂടെ ഉള്ളത്. എത്ര ദിവസം കൊണ്ടാണ് ഈ വണ്ടി ഉണ്ടാക്കാൻ സാധിച്ചത്? ഫുള്ള് ഒരു 3 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഫുൾ പണി കഴിഞ്ഞു. വണ്ടി ഓടിക്കൽ തുടങ്ങി, ഫുൾ സെറ്റ് ആക്കിയില്ലേ? 3 ദിവസം മതിലേ. ഇതിപ്പോ പെട്രോളിനാണ് ഓടിക്കേണ്ടത്. ഇതിന്റെ ഇഞ്ചിനൊക്കെ എങ്ങനെ? ഒരു പഴയ ഉപേക്ഷിച്ച ഒരു ബൈക്ക് ഞങ്ങളുടെ നാട്ടിലൊരു ആൾ തന്നതാണല്ലേ, ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പൊ അതിന്റെ ഇഞ്ചി എടുത്താണ് നമ്മൾ ഈ വണ്ടി ഉണ്ടാക്കിയത്. ഇഞ്ചിനും ബാക്കി പാർട്സ് മൊത്തത്തിൽ മൂപ്പര് തന്നതാണ്. ഇത് എന്തിന്റെ എഞ്ചിനാണിത്? ഇത് ഹീറോന്റെ സ്പ്ലെൻഡർ ആണ് വരുന്നത്. സ്പ്ലെൻഡറിന്റെ എഞ്ചിനാണ് വരുന്നത്. ബാക്കിയുള്ള സംഭവം ഈ എയർ ഫിൽറ്റർ അതിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ് പാർട്സിൽ വാങ്ങിയാണ്. ഇത് ബാക്കിയുള്ളതൊക്കെ തന്നെയാണല്ലേ. പിന്നെ നമ്മൾ എണ്ണ ചെയ്യേണ്ട ടാങ്ക് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ ഊരിട്ടാണ്. ആദ്യം ടാങ്ക് ഉണ്ടായിരുന്നു. ടാങ്ക് പിന്നെ നമ്മൾ ഒഴിവാക്കിയതാണ്. ലീക്കും കാര്യങ്ങളും വന്നിട്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. പമ്പ് നേരെ കുപ്പി കൊടുത്തേക്കല്ലേ, സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ളത്. അതെ, ഇതെങ്ങനെ സംഭവം? ഇതെന്താ സംഭവം? ഇത് GI പൈപ്പ് വെച്ചുകാണ്ട് ഞങ്ങൾ ചെയ്താണ്. GI പൈപ്പ് വെച്ചാണ്ട് ചെയ്തതാണല്ലേ. ഇത് ബെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആരാ ചെയ്തത്? അത് എളാപ്പ ചെയ്താണ്. എളാപ്പക്ക് ഇൻഡസ്ട്രി പരിപാടിയാ, വർക്കാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ കീ സെറ്റും കാര്യങ്ങളൊക്കെ ഇത് ഇതിന്റെ യൂണിക്കോണിന്റെ വെച്ചിട്ടുണ്ടല്ലേ. നമ്മള് GI പൈപ്പ് കൊണ്ട് ബെൽഡ് ചെയ്ത് പിടിപ്പിച്ച് റെഡിയാക്കിയാണ് പറഞ്ഞത്. അപ്പൊ ഇതെന്തിനാണ്? ഇതൊക്കെ അല്ലല്ലോ, പോളി മാർക്കറ്റിൽ പോയിട്ട് ബൈക്കിന്റെ കട്ട് ചെയ്ത് പീസ് വാങ്ങിക്കൊടുന്നതാണ്. അപ്പൊ ഫോർക്ക് ഫിറ്റ് ചെയ്യണ പീസ് വാങ്ങിക്കൊടുന്നതാണ്. ഇങ്ങനെ കൊടുന്നാണ് ബെൽഡ് ചെയ്ത് വെച്ചാണല്ലോ അത്. പക്ഷെ അപ്പൊ ഇത് സൂട്ടായിട്ടില്ല. ഇത് രണ്ടും സൂട്ടായിട്ടില്ല. ഇത് മറ്റേ നമ്മളെ പ്ലാറ്റിന വണ്ടിന്റെ ആണ് ഈ ഫോർക്കിലെ ഈ സാധനം വേണ്ടി ഈ കുറ്റി വരുന്ന. പിന്നെ ഇത് സ്പ്ലെൻഡറിന്റെ ആണ് ഫോർക്ക് സ്പ്ലെൻഡറാണ്. അപ്പൊ അത് രണ്ടും സൂട്ടായിട്ടില്ല. അപ്പൊ അത് വണ്ടി നമ്മൾ ഓടിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെയുണ്ടോ? ചെറിയൊരു ചാട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ക്ലച്ച് വിടുമ്പോ വണ്ടി പഠിക്കുമ്പോ എങ്ങനെ അതേമാതിരി സിറ്റുവേഷൻ ഫസ്റ്റ് വരുന്നില്ല. ഓട്ടി ശീലമായ പിന്നെ പ്രശ്നമില്ല, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാ? ഇതൊക്കെ ഇതിന്റെ മടകാട് മുറിച്ച് കയറ്റിയതാണല്ലേ. അതേമാതിരി ടയറും റിമൊക്കെ അതിന്റെ ഒരു വണ്ടി നമ്മള് ഇതേമാതിരി പൊളിക്കാനുള്ള ഒരു വണ്ടി എടുത്താണ്ട് നമ്മള് അതിന്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിന് ഉപയോഗിച്ചാണ് ബാക്കി നമ്മൾ പൊളിക്കാൻ കൊടുത്തല്ലേ. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വേറെ ഒരു പഴയ സ്പ്ലെൻഡറിന്റെ വേറെ വണ്ടിന്റെ സുഫിയാൻ തന്നെയാണ് ഇതിലെ സംഭവം. പിന്നെ വേറെ സീറ്റൊക്കെ പിന്നെ സൈക്കിളിന്റെ സീറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. സൈക്കിളിന്റെ അപ്പൊ അതിന് സീറ്റ് വെച്ചു. ഇത് ബൈക്ക് ഉണ്ടാക്കാൻ ഓരോ വണ്ടിന്റെ സംഭവങ്ങളാണ് ഓരോന്നായിട്ട് കൊടുക്കിയിട്ടുണ്ടല്ലേ. ഇതിന് ബാക്കിൽ സീറ്റ് ഇരിക്കണോ? ഡബിൾ സീറ്റ് സീറ്റ് ഞാൻ വെറുതെ വെച്ചിരുന്നു. കുട്ടികളൊക്കെ കയറി അത് പ്രശ്നമാവും. അതിന്റെ അടിയിൽ തന്നെ പെട്രോളും ടാങ്കും. അതുകൊണ്ട് ഒഴിവാക്കിയത്. ടയറിന്റെ നേരെ മേലായതുകൊണ്ട് പ്രശ്നമായിട്ട് ഒഴിവാക്കണം. അങ്ങനെയാണ് ബാക്ക് സീറ്റ് ഒഴിവാക്കിയത്. അപ്പൊ ആദ്യം പെട്രോൾ ഇങ്ങനല്ല വെച്ചിരുന്നത്. പെട്രോൾ ആദ്യം ഇവിടെ മറ്റേ നമ്മളെ ബൈക്കിന് മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ബോട്ടിലാണ് കൊടുത്തിട്ടുണ്ട്. വണ്ടി തെറിച്ചുകൊണ്ട് പൊട്ടി. ഇങ്ങനെ ഹാൻഡിൽ ഇങ്ങോട്ട് വന്ന് അടിച്ചിട്ട് പൊട്ടിയത്. അങ്ങനെ പൊട്ടിപ്പോയത്. അപ്പൊ ആപ്പനെ ഒരു ടാങ്ക് ഉണ്ടാക്കി തന്നു. അത് ഇവിടെ ആദ്യം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബോറ് തോന്നിട്ട് നല്ല നീളം കൂടുതലാണ്. ബോറ് തോന്നിട്ട് ഞാൻ ബാക്കിലാക്കി. അപ്പൊ ആ പൈപ്പ് ടയർമ തട്ടിക്കാണ്ട് കീറി. അതിനുശേഷം അതിന് സാധനങ്ങളൊക്കെ അതിന്റെ ബാക്കില് സീറ്റ് ഉണ്ട്. അതിന്റെ ചോട്ട വെച്ചിട്ട് അപ്പൊ ആ ടയറുമ്പോ തൊട്ടാണ്. അപ്പൊ ഒഴിവാക്കിയാണ്. അങ്ങനെ ഒഴിവാക്കിയതാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഉഷാറായിട്ട് പെട്രോളും കാര്യങ്ങളും മൈലേജും കാര്യങ്ങളൊക്കെ. അപ്പൊ പെട്രോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ വന്നാണ്ട് കുഴപ്പമൊന്നുമില്ല. പോണ്ട പോക്കിൽ വണ്ടി ഓഫ് ആകുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആദ്യം ഇതിന്റെ ഹീറോന്റെ കാർപ്പറേറ്റർ ആയെന്ന് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഓവർഫ്ലോ അങ്ങനെ കംപ്ലൈന്റുകൾ കുറെ ഉണ്ടായിരുന്നു. അത് ഇതിന്റെ തന്നെയായിരുന്നു. അത് കംപ്ലൈന്റ് ആയിരുന്നു. അത് ഉണ്ടാക്കിയാൽ തന്നെ കംപ്ലൈന്റ് ആണ്. ചില നേരത്തെ സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. കാരണം സ്റ്റാർട്ടിങ് കിട്ടിയാൽ തന്നെ ചില നേരത്തെ ഓഫ് ആവും. പിന്നെ കിട്ടണമെങ്കിൽ കുറെ നേരം കിക്കർ അടിച്ചാലും വണ്ടി സ്റ്റാർട്ടിങ് കിട്ടൂല. പിന്നെ കുറെ പ്ലഗ് മാറ്റേണ്ടി വരും. അങ്ങനെ കുറെ പ്രശ്നം വരും. ഇപ്പൊ ഇത് 2 ദിവസം മുന്നേ ഞാനിപ്പോ ഇത് TVS വിക്ടറിന്റെ കാർപ്പറേറ്റർ കയറ്റിയാണ്. ഇത് എങ്ങനെ പോണ്ട പോലെ കത്തിയിരുന്നു? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നു? അത് ഞങ്ങൾ ഓട്ടിയപ്പോ ഈ കുപ്പി അടിയിലൊന്നും ഉണ്ടായിരുന്നു. ഇതേമാതിരി കുപ്പി അടിയിലുണ്ട്. അത് ഈ എർത്തിന്റെ ഇവിടെ വെക്കല്, ഇവിടെ. അപ്പൊ അവിടുന്ന് അയിമത്തെ സ്പാർക്ക് അടിച്ചിട്ട് ആ കുപ്പി മാത്രം കത്തിയിരുന്നു. വണ്ടിക്ക് പ്രശ്നം. വണ്ടി കുഴപ്പമൊന്നുമില്ല. കുപ്പി കത്തി അങ്ങനെ ഉരുകിനല്ലേ. കുപ്പി ഉരുകി. ഇനി വേറെന്താണ് നമ്മള് അടുത്ത പ്ലാൻ? ഉണ്ടാക്കാനുള്ള പ്ലാൻ എന്താണ്? ഞങ്ങളൊരു ജീപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഇലക്ട്രിക്കിന്റെ ജീപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണോ അതോ ഉണ്ടാക്കൽ തുടങ്ങിയോ? എങ്ങനെയാണ്? പകുതി ആയിക്കോണു. ഞങ്ങള് ചേസൊക്കെ അടിച്ചു. ഓക്കെ, നമ്മുടെ വെൽഡിങ് തന്നെയാണ് പരിപാടി. വെൽഡ് ചെയ്തുകൊണ്ട് മോട്ടറിന് പൈസ ഇല്ല. പൈസ റെഡി ആയിട്ട് ഞങ്ങള്
ബാക്കി ബോഡിയൊക്കെ അടിച്ചു. മോട്ടർ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടർ വാങ്ങാനാണ്, പുതിയ മോട്ടർ വാങ്ങാനുള്ള പൈസ കയ്യിലില്ല. ഏകദേശം എത്ര വരും മോട്ടർ വാങ്ങാന്? മോട്ടറിന് ഒരു 10,000 റുപ്യ വരും. 10,000. പിന്നെ ഒരു ബൈക്കിന്റെ ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സും വേണം, ഗിയർ മാറ്റാൻ. പിന്നെ ബാറ്ററി വേണ്ട, ഇലക്ട്രിക് ആകുമ്പോൾ ബാറ്ററി വേണം. ഇലക്ട്രിക്കിന്റെ ഉണ്ടാക്കണം അല്ല പെട്രോൾ അല്ല? പെട്രോൾ അല്ല, ഇലക്ട്രിക്കിന്റെ ഉണ്ടാക്കാം. അപ്പൊ അതിനുള്ള കാശ് സെറ്റ് ആയി കഴിഞ്ഞാല് നമ്മള് ജീപ്പാക്കി ഇറക്കും. അപ്പൊ അതിനുള്ള ഈ അങ്ങനെ ബൈക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ നിന്ന് എന്തെങ്കിലും പുരസ്കാര കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിക്കണോ? നാട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും പഴയ സ്കൂളിൽ നിന്നും പുതിയ സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് കുറെ പുരസ്കാരങ്ങൾ കിട്ടിക്കണല്ലേ. കറണ്ടിനുള്ള വണ്ടി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്? ഒരു പഴയ സ്പ്ലെൻഡർ കൊടുന്നു. എന്നിട്ട് അതേമാതിരി ഞങ്ങളെ നാട്ടിലുണ്ട് സുഫിയാൻ പറഞ്ഞ ആള്. അത് ഇങ്ങനത്തെ സാധനം കൊണ്ടുവരാനൊക്കെ അയാളെ സഹായിക്കാറ്. ഞങ്ങളപ്പം എന്റെ ഒപ്പം പോരുന്ന അയാളെ കാര്യങ്ങൾ പറഞ്ഞുതരാനൊക്കെ മൂപ്പരാണ് സഹായിച്ചത്. മൂപ്പരാണ് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാന്നുള്ള ഒരു തീരുമാനം പറഞ്ഞതല്ലേ. വണ്ടി ഉണ്ട് പറഞ്ഞപ്പോ എന്റെ ഒപ്പം കൊണ്ടുവരാനും അതേമാതിരി സാധനങ്ങൾ വാങ്ങാനൊക്കെ പോകുന്നുണ്ട് അയാളെ. മൂപ്പരാ ഒപ്പം പോകുന്നുണ്ട്. ഒരു പെട്രോൾ അല്ലെ ഒരു കറണ്ടിന്റെ വണ്ടിയാണ് നമ്മൾ ആദ്യം പ്ലാനിൽ ഉണ്ടായിരുന്നില്ലേ. പിന്നെ നമ്മൾ പെട്രോൾ വണ്ടി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം. അതിന്റെ എഞ്ചിനും ഇതൊക്കെ വെച്ച് അതിന് പൈസ ഇല്ലായിരുന്നു, സാമ്പത്തികമായിട്ട് പ്രശ്നമായിരുന്നു. കറണ്ടിന്റെ മോട്ടറിന് റേറ്റ് നല്ല വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്രോൾ എഞ്ചിനെ സാധാ ബൈക്കിന്റെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കുമല്ലോ, ഓടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടും. ഞങ്ങൾ ആ സ്പ്ലെൻഡർ തന്നെ ഒരു കറണ്ടിന്റെ ആക്കാനാണ് പ്ലാന്. സ്പ്ലെൻഡർ തന്നെ. അപ്പൊ അതിന് വേണ്ടി സ്പ്ലെൻഡർ തപ്പി പിടിച്ച് കൊടുന്നേനു. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയാണ് അതിന് പൈസ ഇല്ലാണ്ടപ്പോ ഞങ്ങള് അതിന്റെ എഞ്ചിനും പാർട്സൊക്കെ കൂടിയിട്ട് ഇതേമാതിരി ആക്കിയത്. പിന്നെ ഇതിന്റെ ഗിയറും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, സാധാ സ്പ്ലെൻഡർ മാർക്ക് തന്നെയാണ്. നമ്മൾ എങ്ങനെ ബൈക്ക് സ്റ്റാർട്ടാക്കി കൊണ്ടുപോകണം അതേമാതിരി തന്നെ നമുക്ക് കൊണ്ടെടുക്കാം. പക്ഷെ റോഡിലൂടെ ഓടിക്കാൻ പറ്റില്ലല്ലേ, ലൈസൻസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അത് പറ്റൂല. ഇത് കിട്ടൂല, അനുമതി കിട്ടൂല, റോഡ് കറക്കാൻ അനുമതി കിട്ടൂല. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ സംഭവം ആയതുകൊണ്ടല്ലേ. നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ച എങ്ങനെ ഇതിമെന്നാണ് ആദ്യം വണ്ടി ഓടിക്കാൻ അറിഞ്ഞോ? എനിക്ക് വണ്ടി ഒന്നും ഓടിച്ചാ നേർക്ക് അറിയില്ലായിരുന്നു. സൈക്കിൾ ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയതിനു ശേഷം എന്റെ മൂത്താപ്പാന്റെ മകന്മാരൊക്കെ ഓലൊക്കെ ഓട്ടിണ്ട്. അപ്പൊ ഇത് ഓട്ടാറിയില്ല. അപ്പൊ എന്റെ കാക്ക പറഞ്ഞിട്ടാ ഞാൻ ഇത് പഠിച്ചത്. അതിന് മുന്നേ ഞാൻ വലിയ ഇത് വെച്ചിട്ടില്ല. ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി ജസ്റ്റ്. അതിന്റെ അടി ആൾക്കാരൊന്നും അറിയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല. അന്ന് ചോട്ടാന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെ വാർത്തക്കാരൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് എന്റെ കാക്ക പഠിച്ചാൻ പറഞ്ഞ അങ്ങനെ പഠിച്ചാണ്. ഇത് ഏതൊക്കെ ചാനലിൽ വന്നിട്ടുണ്ടത്? ഇത് മനോരമ, 24, മീഡിയ 1. ഈ 3 ചാനൽ വാർത്താ ചാനലിൽ വന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഓടിക്കാൻ പറ്റൂലേ? എനിക്ക് ഓടിച്ചൂടെ? അപ്പൊ എന്തായാലും ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ. ഇതിന്റെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് അറിയില്ല. ഓൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഗിയർ മാറ്റുമ്പോൾ അതേമാതിരി ക്ലച്ച് വിടുമ്പോൾ ചാടും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നോക്കാം എന്തായാലും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. ആ ഫസ്റ്റത്തെ ഒരു അടി നമ്മൾ നോക്കുന്നുണ്ട്. ഇത് വണ്ടിക്ക് പരിചയമില്ലാത്ത ആളായതുകൊണ്ട് സ്റ്റാർട്ടാൻ കുറച്ച് പ്രയാസമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. മുൻസർ തന്നെ സ്റ്റാർട്ടാക്കിയിട്ട് അത്ര കേട്ടോ. വണ്ടിനോട് എനിക്കുള്ളൊരു സ്റ്റാർട്ടാക്കിയല്ലേ അത്ര ഉള്ള അറിയാം. അപ്പൊ നമ്മള് രണ്ടാമത് ആദ്യത്തെ ചെറുതായി ഒന്ന് പതറി അടുത്ത് വീണ്ടും
സെമിറെല്ലാം സെറ്റപ്പിലെടുക്കുന്നുണ്ട്. വണ്ടി ഒരു 1.5 കേട്ടോ. നമ്മളെ പഴയ ബുള്ളറ്റിന്റെ മാതിരി നല്ലോണം എയറെടുത്ത് അടിക്കണം. അല്ലോ ചാടല്ലേ. അതുപോലെ നമ്മളെ പയ്യന്മാരുണ്ടാക്കിയ വണ്ടി കേട്ടോ. ഫുൾ എനർജിയാണ്. ഇതിന്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാല് ബാക്ക് ബ്രേക്ക് ഇല്ല, ഫ്രണ്ട് ബ്രേക്ക് ഉള്ളത്. അപ്പൊ പിടിക്കുമ്പോ ശ്രദ്ധിക്കും വേണം. നമ്മളടിച്ചപ്പോ എങ്ങനെയാലും ഒരടിക്ക് നമ്മളടിക്കുമ്പോ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണില്ല. പിന്നെ ആ സെമീർ അടിച്ചുമ്പോ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ. അത് കുറച്ചൊക്കെ പഴക്കം വേണമെന്നറിയില്ല വണ്ടി അടിക്കാൻ. അതാണ് പടപടയാണല്ലോ. സെമീർ നല്ല ഉഷാറായിട്ട് വണ്ടി ഓടിക്കൊണ്ട് കേട്ടോ. മുമ്പത്ത് പിടിച്ചാലോട്ടോ. അടിപൊളി വണ്ടിയാ. മുമ്പൊക്കെ പോയിക്കാല് പാടത്തേക്ക് പോകണ്ട. സെമീർ വണ്ടി വന്ന് ഇറങ്ങണില്ല കേട്ടോ. സെമീർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കാണ്. ആ കാറ് മുത്തിക്കല സംഭവം കേട്ടോ. സെമീറോ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം എന്താണ്? ഈ വണ്ടി ഓടിച്ചിട്ടുള്ള അഭിപ്രായം എന്താ പറയാ? മുമ്പ് ബാക്കത്തെ ബ്രേക്ക് ഇല്ലല്ലോ, മുമ്പത്തെ ബ്രേക്ക് ഉള്ളൂ അല്ലേ? സംഭവം പൊളിയാണല്ലേ. ചെറിയ 13 വയസ്സായ ഒരു ചെക്ക് ഉണ്ടാക്കിയ വണ്ടിയാണല്ലോ അല്ലേ? 13 വയസ്സായ ഒരു ചെക്ക് ഉണ്ടാക്കിയ വണ്ടിയാണത്. മുൻതസിർ ഉണ്ടാക്കിയ വണ്ടിയാണത്. 8ാം ക്ലാസ്സിലെ പഠിക്കുന്നു കേട്ടോ. വയസ്സ് പറഞ്ഞാൽ 13 വയസ്സായിട്ടുള്ളൂ. വണ്ടി ഒറ്റടിക്ക് സെമീർ അടിച്ചപ്പോ ഒറ്റടിക്ക് സ്റ്റാർട്ട് ആവട്ടെ. ഞാൻ അടിച്ചപ്പോ 10ാമത്തെ അടിക്കാൻ സ്റ്റാർട്ട് ആയത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അതേമാതിരി നമ്മളെ മുൻതസിന് ഒരു ചാനലുണ്ട് കേട്ടോ, ഒരു PK മോട്ടോഴ്സ് എന്ന യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതേമാതിരി വണ്ടിൻ്റെ പുതിയ ഇവ ഉണ്ടാക്കുന്നുണ്ടോ. അതേമാതിരി അടുത്ത് ഇലക്ട്രിക് ജീപ്പ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നേരെ നമ്മളെ ഇവൻ്റെ ചാനലിലെ ഡീറ്റെയിൽസ് നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം മാക്സിമം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 13 വയസ്സായിട്ടുള്ളൂ. എത്രയിൽ പഠിക്കുന്നത്? 8-ലോ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 13 വയസ്സായിട്ടുള്ളൂ. ഇവൻ്റെ ഓരോ കരവിരുദ്ധമാണ് കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്ത് ജീപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും നമ്മൾ ഇതിലിങ്ങനെ വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യണം. അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ഓക്കെ.